LSS എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള പൊതുവിജ്ഞാന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ആര്? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഏത് ചരിത്രപ്രസിദ്ധമായ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 പൂർത്തിയായത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. അമ്പെയ്ത്ത് ലോകകപ്പ് മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം ദീപിക കുമാരി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം? ഉത്തരം 1947 ആഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം? ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഉത്തരം ഓം ബിർള. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം MN ഷംസീർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി? ഉത്തരം ശാരദാ മുരളീധരൻ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്? ഉത്തരം PN പണിക്കർ. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. പ്രതിദിനം റെയിൽ മാർഗം യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരത്തിനായുള്ള പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ മലയാള ഗാനം? ഉത്തരം ആടുജീവിതത്തിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന ഗാനം. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ പ്രഥമ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഗെയിംസിൽ ചാമ്പ്യന്മാരായ ജില്ല? ഉത്തരം തിരുവനന്തപുരം. 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സമാന്ത ഹാർവിക്ക്. ചന്ദ്രനെ സാധാരണ കാണുന്നതിലും 14% വലിപ്പത്തിലും 30% തെളിച്ചത്തോടെയും കാണുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്? സൂപ്പർ മൂൺ. നിലവിൽ ഹൈഡ്രജൻ തീവണ്ടികൾ സർവീസ് നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ജർമ്മനി, സ്വീഡൻ, ചൈന. 2024 ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? ഉത്തരം മലപ്പുറം സ്വദേശിയായ പ്രൊഫസർ മഹ്മൂദ് കൂരിയക്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത്? ഉത്തരം ഗിന്നസ് ബുക്ക്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദേശീയ പത്രദിനം എന്ന്? ഉത്തരം നവംബർ 16.
സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന 7ാം തര തുല്യതാ പരീക്ഷ പാസ്സായ പ്രശസ്ത മലയാള സിനിമാ താരം ആര്? ഇന്ദ്രൻസ്. സംസ്കൃത സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? ഉത്തരം പ്രൊഫസർ KK ഗീതാകുമാരി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം ക്യാപ്റ്റന്റെ പേരെന്ത്? ഉത്തരം G സഞ്ജു. 2023 ഏറ്റവും അധികം ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളിയ രാജ്യം? ഉത്തരം ചൈന. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഗീതാഞ്ജലി. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ത്വക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. 2ാം സ്ഥാനം ഏത് ഭാഷക്കാണ്? ഉത്തരം ബംഗാളി. 2024 നവംബർ 25 തുടങ്ങുന്ന 18ാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം സിംഗപ്പൂർ. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏത്? ഉത്തരം വിക്ടേഴ്സ് ചാനൽ. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല? ഉത്തരം മലപ്പുറം. 2024 സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യൻ സ്കൂൾ പദവി ലഭിച്ച വിദ്യാലയം? ഉത്തരം കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS. ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്? ഉത്തരം ഖിലാഫത്ത് സമരം. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം നരേന്ദ്രമോദി. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം SK പൊറ്റക്കാട്. തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? ഉത്തരം 6. കേരളത്തിൽ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം